പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF മലയോര സമര പ്രചരണ ജാഥയ്ക്ക് വ്യാഴാഴ്ച എടക്കരയിൽ സ്വീകരണം നൽകുമെന്ന് UDF നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിക്കൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ജാഥ 30-ാം തീയതി രാവിലെ 10:30 എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിക്കുന്നത്. നിയോജക മണ്ഡലത്തിൽ ഒരു കേന്ദ്രത്തിലാണ് നിലമ്പൂരിൽ പ്രോഗ്രാം ഉള്ളത്. അത് ആ സ്വീകരണ സമര സംഗമം നടക്കുന്നത് 10 മണിക്ക്, രാവിലെ 10 മണിക്ക് എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഏകദേശം ഒരു 5000 ആളുകളെയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ UDFൻ്റെ ഒരു രാഷ്ട്രീയ യാത്രയുടെ സംഗമം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ പങ്കെടുക്കുന്ന പകുതിയിലധികം ആളുകൾ ഈ വന നിയമവുമായി ബന്ധപ്പെട്ട്, അതുപോലെ വനാതിർത്തികൾ താമസിക്കുന്ന വളരെ ഭീതിയോടുകൂടെ കഴിയുന്ന കർഷകരും അതുപോലെയുള്ള പാവപ്പെട്ട ആളുകളും ആയിരിക്കും എന്നതാണ് ഈ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. സംസ്ഥാന UDFൻ്റെ മുഴുവൻ നേതാക്കളും അണിനിരക്കുന്ന ഒരു വലിയ പ്രൗഢമായ ഒരു ജാഥയായി ഇതിനെ മാറ്റും. ശ്രീ വി.ഡി. സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷികളുടെ ഒക്കെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന വളരെ വലിയ ഒരു സംഗമമായിരിക്കും നടക്കാൻ പോകുന്നത്. നിലമ്പൂർ മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രമായ എടക്കരയിൽ നടക്കുന്ന സമ്മേളനത്തിൽ 5000 പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങളാണ് ജാഥയിൽ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പുറമെ UDF നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, മോൻസ് ജോസഫ്, CP ജോൺ, PJ ജോസഫ്, അനൂപ് ജേക്കബ്, MM ഹസൻ, KNA ഖാദർ, സന്ദീപ് വാര്യർ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ഭാരവാഹികളായ NA കരീം, CH ഇഖ്ബാൽ, ബാബു തോപ്പിൽ, പാലോളി മെഹബൂബ്, റഷീദ് വരിക്കോടൻ, OT ജെയിംസ്, TK മുജീബ് എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.